ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. പുതിയ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വർഷം ധാരാളം PSC എക്സാമുകളുള്ള ഒരു ഇയറാണ്. നല്ലൊരു റാങ്ക് കിട്ടി ജോലി ലഭിക്കാനായിട്ട് ഈ വീഡിയോ സഹായിക്കട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് സെക്ഷൻ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധാരണ ഭക്ഷ്യശൃംഖലയുടെ ഘടന. ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത് തന്നെ ഒരു പിരമിഡ് പോലെയാണ്. അവിടെ നമുക്കറിയാം സസ്യങ്ങളാണ് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദകരാണ് സസ്യങ്ങൾ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഊർജത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ സസ്യങ്ങളാണ് ഉൽപ്പാദകർ. പിന്നെ പ്രാഥമിക ഉപഭോക്താക്കളുണ്ട്, ദ്വിതീയ ഉപഭോക്താക്കളുണ്ട്, തൃതീയ ഉപഭോക്താക്കളുണ്ട്. പ്രാഥമിക ഉപഭോക്താക്കളായിട്ട് വരുന്നത് പ്രാണികൾ. ചിലപ്പോൾ ആ സ്ഥാനത്ത് വെട്ടുക്കിളി എന്നൊക്കെ പറഞ്ഞു വരാം. അപ്പോൾ പ്രാണികൾ, വെട്ടുക്കിളി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് പ്രാഥമിക ഉപഭോക്താക്കളായിട്ട് വരുന്നത്. തവള ദ്വിതീയ ഉപഭോക്താവ്, പാമ്പ് തൃതീയ ഉപഭോക്താവ്, അതുപോലെ കഴുകൻ, പരുന്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് തൃതീയ ഉപഭോക്താക്കൾ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഈ ഭക്ഷ്യശൃംഖല തന്നെ നിലനിൽക്കുന്നത് ഒരു ഊർജ കൈമാറ്റത്തിലൂടെയാണ്. ഊർജ കൈമാറ്റ നിയമത്തിന് അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതൊരു പിരമിഡ് പോലെയാണ്. ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് ആ ഊർജത്തിന്റെ കൈമാറ്റത്തിന്റെ രീതി അനുസരിച്ചാണ് ആ പിരമിഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ആ ഭക്ഷ്യശൃംഖലയുടെ പിരമിഡിന്റെ പേരാണ്. ഭക്ഷ്യശൃംഖലയിലെ ലിൻഡമാന്റെ 10% ഊർജ കൈമാറ്റ നിയമവുമായി ബന്ധപ്പെട്ടതാണ് അത്. അപ്പൊ എക്സാമിന് ഈ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. ഭക്ഷ്യശൃംഖലയിലെ ലിൻഡമാന്റെ 10% ഊർജ കൈമാറ്റ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നുള്ളത്. ഇപ്പൊ 10% ഊർജ കൈമാറ്റ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 90% എന്തായിട്ട് മാറുന്നുണ്ട്? 90% പരിസ്ഥിതിയിലേക്ക് തന്നെയാണ് ഊർജത്തിന്റെ നഷ്ടപ്പെടുത്തി പോകുന്നത്. ബാക്കി 10% മാത്രമാണ് ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ. ഇങ്ങനെ അതൊരു പിരമിഡ് പോലെ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഒരു പിരമിഡ് പോലെയാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒരു ട്രോപ്പിക് തലത്തിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക് തലത്തിലേക്കുള്ള ഊർജ പ്രവാഹത്തെ ഊർജത്തിന്റെ ഒരു പിരമിഡായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നു. അടുത്തത് ഞാൻ രണ്ടാമത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? 90% അത് ഊർജത്തിന്റെ 90% പരിസ്ഥിതിയിലേക്ക് താപമായിട്ട് നഷ്ടപ്പെടുന്നു. 10% മാത്രമാണ് അടുത്ത തലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. പിന്നെ അടുത്ത പോയിന്റും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ഉൽപാദകരിലേക്കും, ഉൽപാദകരിൽ നിന്ന് പ്രാഥമിക ഉപഭോക്താക്കളിലേക്കും, പ്രാഥമിക ഉപഭോക്താക്കളിൽ നിന്ന് ദ്വിതീയ ഉപഭോക്താക്കളിലേക്കും, തൃതീയ ഉപഭോക്താക്കളിലേക്കും ഊർജത്തിന്റെ ഒരു കൈമാറ്റം നടക്കുന്നു. ആ കൈമാറ്റമാണ് പിരമിഡായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇനി ഇത് ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിക്ക് മുമ്പ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഇത് നമുക്ക് വളരെ സുപരിചിതമായ മഴക്കാലത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ആൻസർ വേഗം കിട്ടും. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. അത് കറക്റ്റാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഫലപ്രദമായ മാർഗം തന്നെയാണ്. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. അതും നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. മഴക്കാലത്ത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് മുകളിൽ കൊടുത്തവയെല്ലാം, അതായത് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ വരുന്നത്. പുല്ല്, മാൻ, കടുവ, കഴുകൻ
ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? ഇപ്പം നമ്മൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ട് നമുക്ക് വേഗം ആൻസർ എഴുതാൻ കഴിയും. തൃതീയ ഉപഭോക്താവ് ആരാണെന്നുള്ളത്. കഴുകനാണ് തൃതീയ ഉപഭോക്താവായിട്ട് വരുന്നത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്കിവിടെ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെയാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ഈ 4 കണ്ടുപിടുത്തങ്ങളുമായി 4 പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനെ കൂടാതെ നമുക്ക് അവിടെ 3 ശാസ്ത്രജ്ഞന്മാരും കൂടി തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ജെയിംസ് ചാഡ്വിക്ക് തന്നിട്ടുണ്ട്, ജെ തോംസൺ തന്നിട്ടുണ്ട്, അതുപോലെ ഐസക് ന്യൂട്ടനും തന്നിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള പ്രസ്താവനകൾ വരുമെന്ന് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നോക്കാം. ഇനി ഏണസ്റ്റ് റൂദർഫോർഡിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പോയിന്റും കൂടി ഉൾപ്പെടുത്താനുണ്ട്. അതായത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. പിന്നെ രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ജെയിംസ് ചാഡ്വിക്ക് ആണ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടെത്തിയതെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നതാണ് ന്യൂട്രോൺ. ന്യൂട്രോണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നു. ന്യൂട്രോണിനെ ബെറീലിയം ആൽഫ കണങ്ങൾ ഉപയോഗിച്ച് ബോംബാർഡ് ചെയ്താണ് ജെയിംസ് ചാഡ്വിക്ക് കണ്ടെത്തിയത്. അപ്പോൾ ജെയിംസ് ചാഡ്വിക്കിന്റെ പ്രസ്താവനകളായിട്ട് വരുമ്പോൾ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. അതുപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നതാണ് ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത ഒരു കണം കൂടിയാണ് ന്യൂട്രോൺ. ഇനി അടുത്ത ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ജെ തോംസൺ ആണ്. ജെ തോംസൺ കണ്ടുപിടിച്ചത്, ഇപ്പോൾ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്നും ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് ആണെന്നും. അപ്പോൾ ഈ ഇലക്ട്രോൺ ആണ് അടുത്തത് വരുന്നത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതുപോലെ ജെ തോംസന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രസ്താവനകളായിട്ട് ചോദിച്ച് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത് ജെ തോംസൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അതുപോലെ കാഥോഡ് രശ്മികളെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. കാഥോഡ് റേസിനെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞനാണ്. നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ പിണ്ഡവും ചാർജും തമ്മിലുള്ള അനുപാതവും കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ പിണ്ഡവും ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ വരുമ്പോൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അല്ലെങ്കിൽ ശരിയായത് കണ്ടെത്തുക എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഈ പ്രസ്താവനകൾ നമുക്ക് തരാം. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെങ്കിലും ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണി എന്ന ശാസ്ത്രജ്ഞനാണ്. ഇലക്ട്രോണിന് മുമ്പുണ്ടായിരുന്ന പേര് കോർപ്പസ് എന്നുള്ള പേരായിരുന്നു. അപ്പോൾ ഈ പ്രസ്താവന ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് പോലും ജെ തോംസൺ ആണെന്നുള്ള രീതിയിൽ പ്രസ്താവനയായിട്ട് വരാം എക്സാമിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തെറ്റായ പ്രസ്താവനയായിട്ട് വരും. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസ്താവനകളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലോണം ഓർത്തിരിക്കുക. അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ കണ്ടുപിടുത്തങ്ങളും ഓർത്തിരിക്കുക. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, ഇലക്ട്രോൺ ജെ തോംസൺ. എന്നാൽ ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണി എന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ശാസ്ത്രജ്ഞന്റെ പേര് കൊടുത്തിരുന്നത് അതിനകത്ത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് സർ ഐസക് ന്യൂട്ടൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐസക് ന്യൂട്ടൻ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ എല്ലാ പോയിന്റുകളും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ജസ്റ്റ് പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഗുരുത്വാകർഷണ നിയമം, അതുപോലെ ചലന നിയമം, കണികാ സിദ്ധാന്തം,
പിന്നെ ഫിലോസഫിയ നാച്ചുറാലി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം, അത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് ഓർത്തു വെച്ചാൽ മതി. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം എഴുതിയതും സർ ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഗുരുത്വാകർഷണ നിയമം, ചലന നിയമം, കണികാ സിദ്ധാന്തം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം ഇതെല്ലാം തന്നെ ഐസക് ന്യൂട്ടൻ്റെതാണ്. അതുപോലെ തന്നെ കാൽക്കുലസിൻ്റെ പിതാവാണ് ഐസക് ന്യൂട്ടൻ. ആദ്യത്തെ പ്രാക്ടിക്കൽ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചതും അദ്ദേഹമാണ്. ഐസക് ന്യൂട്ടനാണ്. ഇംഗ്ലണ്ടിൽ പ്രഭു പദവി ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റ് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം കൊടുത്തതാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുകയും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് കുറച്ച് പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് പുതിയ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വരുന്നത് എക്സാമിന്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. ഈ പ്രസ്താവന ശരിയാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത പ്രസ്താവന എന്ന് പറയുന്നത് 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ആ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് ഏതാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഹെൻറി മോസിയാണ് ആധുനിക പീരിയഡിക് നിയമം ആവിഷ്കരിച്ചത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹെൻറി മോസിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അടുത്തത് ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയഫ് ആണ്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ശരിയായ പ്രസ്താവന മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആയിട്ടുള്ള 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജനുകൾ. അതുപോലെ ഹെൻറി മോസിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഹെൻറി മോസ്ലി നമ്മൾ പറഞ്ഞു, അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതെന്തായിരുന്നു ഹെൻറി മോസ്ലിയുടെ നമ്മൾ പറഞ്ഞത്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ വന്നിരിക്കുന്നത്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക രൂപപ്പെടുത്തിയത്. ഇനി അടുത്തതായിട്ട് ത്രികങ്ങൾ എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. JW ഡബറൈൻ ആണ് ത്രികങ്ങൾ എന്ന ആശയം, ട്രയാഡ്സ് എന്ന ആശയം കൊണ്ടുവന്നത്. അപ്പൊ ത്രികങ്ങളെ എന്ന രീതിയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡബറൈനർ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ മെൻഡലിയഫിനെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മെൻഡലിയഫ് ആയിരുന്നു. അദ്ദേഹം അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. മെൻഡലിയഫ് അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയഫ്. അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ഓർത്തു വച്ചോളണം, ഹെൻറി മോസ്ലി. അത് മാറിപ്പോവരുത്. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചപ്പോൾ മെൻഡലിയഫ് മൂലകങ്ങളെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചിരിക്കുന്നത് ഡബറൈനർ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഈ 3 പേരും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ വേറൊരു ശാസ്ത്രജ്ഞനാണ് ജോൺ ന്യൂലാൻഡ് എന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങളുണ്ട്. ഗ്രൂപ്പ് 1 അവനി വർഗീകരണത്തിന്റെ ക്രമം നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. അപ്പൊ സംക്രമണ മൂലകങ്ങൾ എവിടെയാണ് വരുന്നത്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ് സംക്രമണ മൂലകങ്ങൾ വരുന്നത്. ഗ്രൂപ്പ് 13 ബോറോൺ കുടുംബം. ഗ്രൂപ്പ് 13 വരുന്നത് ബോറോൺ കുടുംബം. ഗ്രൂപ്പ് 14 കാർബൺ കുടുംബം. ഗ്രൂപ്പ് 15 നൈട്രജൻ കുടുംബം. ഗ്രൂപ്പ് 16 ഓക്സിജൻ കുടുംബം. ഗ്രൂപ്പ് 17 ഹലോജനുകൾ. അത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രൂപ്പ് 17 ആണ് ഹാലോജനുകളായിട്ട് വരുന്നത്. ഗ്രൂപ്പ് 18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് 18 ഉത്കൃഷ്ട വാതകങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതൊന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ? ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2
ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. അടുത്തത് 12 കഴിഞ്ഞാൽ 13 ബോറോൺ കുടുംബം. ഗ്രൂപ്പ് 13 ബോറോൺ കുടുംബം. ഗ്രൂപ്പ് 14 കാർബൺ കുടുംബം. ഗ്രൂപ്പ് 15 നൈട്രജൻ കുടുംബം. ഗ്രൂപ്പ് 16 ഓക്സിജൻ കുടുംബം. ഗ്രൂപ്പ് 17 ഹാലോജനുകൾ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉത്കൃഷ്ടവാതകങ്ങൾ. ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇതേപോലെ പ്രസ്താവനകളായിട്ട് ഇപ്പം നമ്മൾ ഒരു പ്രസ്താവനയിൽ നമ്മൾ കണ്ടു, അതിൻ്റെ ആൻസർ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ പാറ്റേൺ പോലെ വരുന്ന ഈ സെക്ഷൻ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം എന്നാണ് അടുത്തത് നോക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതുപോലെ പ്രസ്താവനകൾ എന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. വേറെ മോഡൽ അതേപോലെ തന്നെ വരുന്നത്. അപ്പോൾ നോക്കൂ, ആവർത്തന പട്ടികയിലെ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് അയോണീകരണ ഊർജം കൂടുന്നു, അതുപോലെ തന്നെ അലോഹ സ്വഭാവവും കൂടുന്നു. ഇത് മാത്രമല്ല, ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇടത്തു നിന്ന് വലത്തോട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രസ്താവനകൾ തെറ്റായിട്ടൊക്കെ തരാം, കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവർത്തന പട്ടികയിൽ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് അയോണീകരണ ഊർജം കൂടുന്നു, അലോഹ സ്വഭാവം കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുന്നു. പിന്നെ കുറയുന്നത് എന്തൊക്കെയാണ്? ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നുണ്ട്. ലോഹ സ്വഭാവവും കുറയുന്നു. ആറ്റത്തിന്റെ വലിപ്പവും ലോഹ സ്വഭാവവും കുറയുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ്? കൂടുന്നു. ഈ പറഞ്ഞ ഇപ്പം ഞാനിവിടെ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് തന്നെ കൊടുത്തേക്കുന്നു. ഇത് തെറ്റിച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇപ്പം ആവർത്തന പട്ടികയിൽ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ആവർത്തന പട്ടികയിൽ പിരീഡ് മാത്രമല്ല, നമുക്കറിയാം ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴോട്ടേക്ക് അലോഹ സ്വഭാവം കുറയുന്നു, അയോണീകരണ ഊർജം കുറയുന്നു. അലോഹ സ്വഭാവവും അയോണീകരണ ഊർജവും കുറയുന്നു. അതുകൂടാതെ ആരും കൂടി കുറയും? ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറയും. നേരത്തെ നമ്മൾ മൂന്നെണ്ണം കൂടുതലായിരുന്നു. പിരീഡിൽ എടുക്കുമ്പോൾ എന്താണ്, ഇത് മൂന്നും കൂടുതലാണ്. അയോണീകരണ ഊർജം, അതുപോലെ തന്നെ അലോഹ സ്വഭാവവും കൂടുതലായിരുന്നു ഏതില്? ഗ്രൂപ്പില്. എന്നാൽ പിരീഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അലോഹ സ്വഭാവവും കുറയുന്നു, അയോണീകരണ ഊർജവും കുറയുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറയുന്നു. അപ്പൊ ഏതായിരിക്കും കൂടുന്നത്? തീർച്ചയായിട്ടും ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നു, ലോഹ സ്വഭാവവും കൂടുന്നു. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒന്നും കൂടി ഓർത്തിരിക്കുക ഗ്രൂപ്പും പിരീഡും തമ്മിലുള്ള പോയിന്റ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഉത്കൃഷ്ട വാതകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന്. ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 18 മൂലകങ്ങളാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 18 മൂലകങ്ങളെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഇതൊക്കെയാണ് ഉത്കൃഷ്ട വാതകങ്ങളായിട്ട് വരുന്ന ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞിരുന്നു, ഹാലോജനുകൾ. ഗ്രൂപ്പ് 17 മൂലകങ്ങളെയാണ് ഹാലോജനുകൾ എന്ന് പറയുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റൈൻ. ഈ മൂലകങ്ങളെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. അതുപോലെ ഗ്രൂപ്പ് 18 മൂലകങ്ങളാണ് ഉത്കൃഷ്ട വാതകങ്ങൾ. ഇത് കൂടാതെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ആവർത്തന പട്ടികയിൽ. എസ് ബ്ലോക്കിൽ വരുന്നതാണ് ഗ്രൂപ്പ് 1, 2 വരുന്നത്. ഗ്രൂപ്പ് 1, 2 അത് എസ് ബ്ലോക്കിലാണ്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ, അതായത് അതിനകത്ത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, മെറ്റലോയിഡുകളുണ്ട്, അത് പി ബ്ലോക്കിലാണ് വരുന്നത്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ അതിനകത്ത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, മെറ്റലോയിഡുകളുണ്ട്. പിന്നെ എസും കഴിഞ്ഞ് പിയും കഴിഞ്ഞു. ദെൻ അടുത്തത് ഏതാണ്? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കില് ഗ്രൂപ്പ് 3 മുതൽ 12 വരെ.
അതായത് അതിനകത്ത് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നത് ഏതിനകത്താണെന്ന് ചോദിച്ചാൽ ഡി ബ്ലോക്കിലാണ്. സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നത് ഡി ബ്ലോക്കിലാണ്. ഇനി അടുത്തത് എഫ് ബ്ലോക്കാണ്. എഫ് ബ്ലോക്കിലെ ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും ആണ് വരുന്നത്. എഫ് ബ്ലോക്കിൽ വരുന്നത് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും വരുന്നത് എഫ് ബ്ലോക്കിലാണ്. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും വരുന്നത് എഫ് ബ്ലോക്കിലാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എസ്, പി, ഡി, എഫ് എന്നുള്ള ബ്ലോക്കുകളെ കുറിച്ച് വളരെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഡി ബ്ലോക്കിലാണ് ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നതെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഇത് PSC ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഉൾപ്പെടുത്തി വന്നിരിക്കുന്നത്. കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏത് ജില്ലയിലാണെന്നുള്ളതാണ്. കണ്ണൂരാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ആൻസർ ആയിട്ട് വരുന്നത് കോളറ, ടൈഫോയിഡ്. കോളറയും ടൈഫോയിഡും വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്. ബാക്കിയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ക്ഷയം, കോവിഡ്, വില്ലൻ ചുമ, ഇതെല്ലാം തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. മോണയിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗിക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഏതാണെന്നുള്ളതാണ് ചോദ്യം. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ് ആ രോഗിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ചെഴുതുക. ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച്, ലിംഫ് എന്ന് പറയുന്നത് കോശങ്ങൾക്കിടയിലുള്ള ഒരു ദ്രാവകമാണ് ലിംഫ്. ആ ലിംഫ് എന്താണ്, പേശികളുടെ ചലനത്തിലൂടെയാണ് ഒഴുകുന്നത്. അത് ഹൃദയം വഴിയല്ല പമ്പ് ചെയ്യുന്നത്, പേശികളുടെ ചലനത്തിലൂടെ ഒഴുകുന്നതാണ് ലിംഫ്. അപ്പൊ ലിംഫ് എന്ന് പറയുന്നത് കോശങ്ങൾക്കിടയിലുള്ള ഒരു ദ്രാവകമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. അതാണ് ആദ്യത്തെ പ്രസ്താവന. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത്, ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓപ്ഷൻ സി ആയിട്ട് വന്നിരിക്കുന്നത്, ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി വരുന്നത്, ലിംഫ് വ്യവസ്ഥയെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ പോയിന്റായി പറഞ്ഞത് എന്താണ്? ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. എങ്ങനെയാണ് ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്? ലിംഫ് ഗ്രന്ഥികളിലെ വെളുത്ത രക്താണുക്കളാണ് ഈ രോഗപ്രതിരോധത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ ലിംഫ് ഗ്രന്ഥികൾ അവിടെ വീർക്കും. അങ്ങനെ അതിന് അവിടെ ഉണ്ടാകുന്ന ഒരു ദ്രാവകം പോലെ അങ്ങനെ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു വീക്കമാണ് ലിംഫെഡിമ എന്ന് പറയുന്ന ഒരു വീക്കവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലിംഫ് ഗ്രന്ഥികൾ അവിടുത്തെ വെളുത്ത രക്താണുക്കളാണ് രോഗപ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ എന്തെങ്കിലും രീതിയിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ലിംഫ് ഗ്രന്ഥികൾ വീർക്കും, അവിടെ ഒരു ദ്രാവകം കെട്ടിക്കിടക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വീക്കമാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ലിംഫെഡിമ എന്ന് പറയുന്ന അസുഖം. അത് കാരണമാകും. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ലിംഫ് എന്ന് പറയുന്നത് കോശങ്ങൾക്കിടയിലുള്ള ഒരു ദ്രാവകമാണ്. അതൊരിക്കലും ഹൃദയം വഴി പമ്പ് ചെയ്യപ്പെടുന്നില്ല. എന്താണ്? പേശികളുടെ ചലനത്തിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് അതിലും നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ പോയിന്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു
സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ ആയിട്ട് വരുന്നത് പാർശ്വിക വിപരീയം. പാർശ്വിക വിപരീയമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സമഞ്ജനക്ഷമത, ദീർഘദൃഷ്ടി, അപവർത്തനം എന്നിങ്ങനെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് സമഞ്ജനക്ഷമതയാണ്. സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് സമഞ്ജനക്ഷമത എന്ന് ഉത്തരം എഴുതാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് സമഞ്ജനക്ഷമത. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത എന്ന് പറയുന്നുണ്ട്. അതായത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. കണ്ണിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണസ്ഥിരത. അത് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. അതാണ് വീക്ഷണ സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് കണ്ണിലെ കോർണിയ, ലെൻസ് എന്നിവയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വളയുന്ന പ്രക്രിയയാണ് കണ്ണിന്റെ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ അപവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിലെ കോർണിയ, ലെൻസ് എന്നിവയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വളയുന്ന പ്രക്രിയയാണ് കണ്ണിന്റെ അപവർത്തനം എന്ന് പറയുന്നത്. ഈ പ്രക്രിയ പ്രകാശത്തെ റെറ്റിനയിൽ കൃത്യമായി കേന്ദ്രീകരിച്ച് വ്യക്തമായ കാഴ്ച നൽകുന്നത് ഈ പ്രവർത്തനമാണ്. പ്രകാശത്തെ റെറ്റിനയിൽ കൃത്യമായി കേന്ദ്രീകരിച്ച് വ്യക്തമായ കാഴ്ച നൽകുന്നു. അപ്പൊ കണ്ണിലെ കോർണിയ, ലെൻസ് എന്നിവയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വളയുന്ന പ്രക്രിയയാണ് കണ്ണിന്റെ അപവർത്തനം. അപ്പൊ 3 നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തേത് സമഞ്ജനക്ഷമത, അക്കോമഡേഷൻ. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കുവാനുള്ള കണ്ണിന്റെ കഴിവ്. രണ്ടാമത് പറഞ്ഞത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും, അത്രയും ടൈം. അപ്പോൾ ആ പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് കണ്ണിന്റെ അപവർത്തനം. അതായത് കണ്ണിലെ കോർണിയ, ലെൻസ് എന്നിവയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വളയുന്ന പ്രക്രിയയാണ് കണ്ണിന്റെ അപവർത്തനം. ഈ പ്രക്രിയ പ്രകാശത്തെ റെറ്റിനയിലെ കൃത്യമായിട്ട് കേന്ദ്രീകരിച്ച് വ്യക്തമായ കാഴ്ച നൽകുന്നു. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1-2 പോയിന്റും കൂടി സൂചിപ്പിക്കുകയാണ്. മയോപ്പിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മയോപ്പിയ അതായത് അടുത്തുള്ളവയെ കാണാൻ കഴിയും, ദൂരെയുള്ളവയെ വ്യക്തമായി കാണാൻ സാധിക്കില്ല. അതാണ് മയോപ്പിയ എന്ന് പറയുന്ന വൈകല്യം കൊണ്ട്, കാഴ്ച വൈകല്യം കൊണ്ട് സംഭവിക്കുന്നത്. അടുത്തുള്ളവയെ കാണാം, ദൂരെയുള്ളവയെ കാണാനായിട്ട് സാധിക്കില്ല. അത് പരിഹരിക്കാനായിട്ട് നമുക്ക് കോൺകേവ് ലെൻസ് യൂസ് ചെയ്യാം. കോൺകേവ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. മയോപ്പിയ, അതിനെ ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മയോപ്പിയ എന്താണെന്നും മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്. മയോപ്പിയ എന്ന് പറയുന്നത് അടുത്തുള്ളവയെ കാണാൻ പറ്റും, അകലെയുള്ളവയെ കാണാൻ സാധിക്കില്ല, വ്യക്തമായി കാണാൻ സാധിക്കില്ല ദൂരെയുള്ളവയെ. ഇനി അടുത്തത് മയോപ്പിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? ദൂരെയുള്ളവയെ കാണാൻ കഴിയും, അടുത്തുള്ളവയെ മങ്ങിക്കാണും. അതിന് പറയുന്ന പേരാണ് ഹൈപ്പർ ഓപ്പിയ. ഹൈപ്പർ ഓപ്പിയ ആണ്
എന്താണ് ദൂരക്കാഴ്ച എന്ന് പറയും. ഹൈപ്പറോപ്പിയ വെച്ചിട്ട് ദൂരെയുള്ളവയെ കാണാൻ പറ്റും, അടുത്തുള്ളവ എന്ത് ചെയ്യുന്നു, മങ്ങി കാണുന്നു. അടുത്തത് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിലെ മങ്ങലാണ് അസ്റ്റിഗ്മാറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം കാഴ്ചയിലെ മങ്ങൽ. പ്രസ്ബയോപ്പിയ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച പ്രശ്നമാണ് പ്രസ്ബയോപ്പിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസ്ബയോപ്പിയ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച പ്രശ്നമാണ് പ്രസ്ബയോപ്പിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനായിട്ട് നമുക്ക് സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനായിട്ട് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ജൂളാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ജൂളാണ്. ഓപ്ഷൻസിൽ നമുക്ക് അവിടെ ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് കൂടാതെ പാസ്കൽ ഉണ്ട്, മീറ്റർ ഉണ്ട്. അപ്പോൾ പാസ്കൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു പോവുകയാണ്. പാസ്കൽ എന്തിൻ്റെ യൂണിറ്റാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. പ്രഷർ മർദ്ദം എന്നതിൻ്റെ യൂണിറ്റാണ് പാസ്കലായിട്ട് വരുന്നത്. അതുപോലെ മീറ്റർ എന്താണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട SI യൂണിറ്റുകൾ ഒന്ന് നമുക്ക് നോക്കാം. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. മാസിൻ്റെ ഭാരത്തിൻ്റെ കിലോഗ്രാം ആണ്. ടൈമിൻ്റെ സെക്കൻഡ് ആണ്. വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ജൂളാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംപെയർ ആണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. ലുമിനിയസ് ഇൻറ്റൻസിറ്റി കാൻഡില. ആംഗിൾ റേഡിയൻ. ഫോഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ന്യൂട്ടൺ. ഏരിയ സ്ക്വയർ മീറ്റർ അഥവാ മീറ്റർ സ്ക്വയർ. വോളിയം ക്യൂബിക് മീറ്റർ അഥവാ മീറ്റർ ക്യൂബ്. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രിക് ചാർജ് കൊളംബ്. ആംഗിൾ വെലോസിറ്റി റേഡിയൻ പെർ സെക്കൻഡ്. ഫ്രീക്വൻസി ഹെർട്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ. പ്രഷർ പാസ്കൽ. ഇതൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. പവർ വാട്ട്. അപ്പോൾ പ്രഷർ പാസ്കൽ, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ഈ പ്രധാനപ്പെട്ട യൂണിറ്റുകളെല്ലാം തന്നെ SI യൂണിറ്റുകളെല്ലാം തന്നെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം. വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് വൈദ്യുത മോട്ടർ. എന്നാൽ തിരിച്ച് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ജനറേറ്റർ പ്രവർത്തിക്കുന്ന തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഡൈനാമോ, AC ജനറേറ്ററും ഒക്കെ. അപ്പോൾ ആ പോയിന്റ് രണ്ടും ഓർത്തിരിക്കുക. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നത് ഇലക്ട്രിക് മോട്ടറും യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ജനറേറ്ററുമാണെന്നുള്ളത്. അതുപോലെ താപോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് അത് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ആണ്. തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ആണ് താപോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം. സീബെക്ക് പ്രഭാവം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി താപനിലയിലെ വ്യത്യാസം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഐരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഐരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്ക് തന്നിരിക്കുന്നത് ലീച്ചിങ്, കാന്തിക വിഭജനം, പ്ലവന പ്രക്രിയ, ഉൽപ്പതനം. ഇതിനകത്ത് ഉൽപ്പതനമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഉൽപ്പതനം എന്ന പ്രവർത്തനം നടക്കുന്നത് ഈ കർപ്പൂരത്തിലൊക്കെ നടക്കുന്നത് ഉൽപ്പതനമാണ്. അതായത് കർപ്പൂരം കത്തിക്കുമ്പോൾ അത് ദ്രാവകമാവാതെ തന്നെ വാതകമായിട്ട് പോകുന്നു. ആ പ്രോസസ്സാണ് ഉൽപ്പതനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് കർപ്പൂരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ ആണ്. കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഓർത്തിരിക്കുക, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അത് തെറ്റിപ്പോവാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനുമാണ്. പാചകവാതകം അത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പാചകവാതകത്തിലെ LPGയിലെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെ മിശ്രിതമാണ് LPG.
പാചകവാതകം പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെ മിശ്രിതമാണ്. ജൈവവാതകം അതായത് ബയോഗ്യാസ് മീഥൈൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനും ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. തീ അണയ്ക്കാൻ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ 3 പോയിന്റും ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ പാചകവാതകം LPG, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെ മിശ്രിതം, ജൈവവാതകം അതായത് ബയോഗ്യാസ്, മീഥൈൻ. ഈ പോയിന്റ്സുകൾ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ഐസോപ്രീൻ ആണ്. അതിന്റെ കൂടെ ചോയ്സിലുണ്ടായിരുന്ന ഒരു ഇതാണ് ബെക്കലൈറ്റ്. എന്താണ് ബെക്കലൈറ്റ്? ആദ്യത്തെ പൂർണ്ണ സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ് ബെക്കലൈറ്റ്. അപ്പൊ സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ്, ഫസ്റ്റ് സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ് ബെക്കലൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണ് ഏതാണെന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ഭീമ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പുതിയ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിരിക്കുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഞാൻ എല്ലാം തന്നെ ശരിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ മാറ്റം തന്നിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി കണ്ടെത്തുക, അല്ലെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി എന്നുള്ള ആൻസർ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിറ്റാമിനുകൾ കോ എൻസൈമുകൾ എന്നും അറിയപ്പെടുന്നു. വിറ്റാമിനുകൾ കോ എൻസൈമുകൾ എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ് ആണ്. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ് ആണ്. ഓർത്തിരിക്കുക, വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ് ആണ്. 13 വിറ്റാമിനുകളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, 13 വിറ്റാമിനുകൾ. അതിൽ ബിയും സിയും, വിറ്റാമിൻ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയും ബാക്കി ADEK, വിറ്റാമിൻ ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നതുമാണ്. ഓർത്തിരിക്കാൻ അത് വളരെ എളുപ്പമാണ്. ബിയും സിയും മാത്രമേ ജലത്തിൽ ലയിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഈ പറഞ്ഞ 4 പോയിന്റ്സ് തന്നിട്ട് അവിടെ നമുക്ക് മിക്കവാറും ആകെ 13 വിറ്റാമിനുകൾ എന്നുള്ളത് ഒക്കെ തെറ്റിച്ച് നമുക്ക് തരും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്, മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രസ്താവനകൾ? വിറ്റാമിനുകളെ കോ എൻസൈമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ് ആണ്. 13 വിറ്റാമിനുകൾ ഉണ്ട്. ബിയും സിയും ജലത്തിൽ ലയിക്കും, എയും DEK ഇവ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് റെറ്റിനോൾ. വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ B1 തയാമിൻ ആണ്. വിറ്റാമിൻ B2 റൈബോഫ്ലോവിൻ. ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. റെറ്റിനോൾ, വിറ്റാമിൻ എ,
വിറ്റാമിൻ B1 തയാമിൻ, വിറ്റാമിൻ B2 റൈബോഫ്ലോവിൻ, വിറ്റാമിൻ B3 നിയാസിൻ, വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വിറ്റാമിൻ B6 പൈറിഡോക്സിൻ, വിറ്റാമിൻ B7 ബയോട്ടിൻ, ഓർത്തിരിക്കുക വിറ്റാമിൻ B7 ബയോട്ടിൻ, വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 സൈനോകൊബാലമിൻ, വിറ്റാമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക, ഈ എല്ലാ പേരുകളും ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ സൂചിപ്പിക്കാം. വിറ്റാമിൻ എ റെറ്റിനോൾ, പിന്നെ വിറ്റാമിൻ ബിയുടെ വരുന്ന ഓരോ ഇതാണ് വിറ്റാമിൻ B1 B2 B3 നിയാസിൻ, അതൊക്കെ ഓർത്തിരിക്കുക. വിറ്റാമിൻ സി വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും വന്നു. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് ഓർത്തിരിക്കുക, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ എന്ന് ഓർത്തിരിക്കുക, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഓരോന്നിൻ്റെയും അഭാവം മൂലം, വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. റിക്കറ്റ്സ് അഥവാ കണ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ A1 മാലക്കണ്ണ്, നിശാന്തത, ഇതൊക്കെ വിറ്റാമിൻ A1 ആണ്. വിറ്റാമിൻ A2 സിറോഫ്താൽമിയ, വിറ്റാമിൻ B1 തയാമിൻ എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. വിറ്റാമിൻ B1 തയാമിനാണ് നമ്മൾ നേരത്തെ കണ്ടു. അത് ബെറിബറി എന്ന രോഗത്തിന് കാരണമാകും. വിറ്റാമിൻ B2 അതേതായിരുന്നു? റൈബോഫ്ലേവിൻ, അത് വായ്പുണ്ണ്, കണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാകും. വിറ്റാമിൻ B3 നിയാസിൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകും. വിറ്റാമിൻ B6 പിരിഡോക്സിൻ, അത് മൈക്രോസൈറ്റിക് അനീമിയ, ചർമ്മരോഗങ്ങൾ, അപസ്മാരം എന്നിവയ്ക്കൊക്കെ കാരണമാകും. വിറ്റാമിൻ B9 അത് വിളർച്ച, ഗർഭസ്ഥ ശിശുക്കളിൽ ന്യൂറൽ ട്യൂബ് എന്നിവയ്ക്കൊക്കെ കാരണമാകും. വിറ്റാമിൻ B12 അതിപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B12 കൊബാലമിൻ എന്ന പേരിൽ അറിയപ്പെടും, മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാകും. വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഇ വന്ധ്യത, വിറ്റാമിൻ കെ ഹീമോഫീലിയ, ഹീമോഗ്ലോബിൻ അനീമിയ, ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയ. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അൽബനിസം അഥവാ വെള്ളപ്പാണ്ട് എന്നൊക്കെ പറയും. ഇൻസുലിൻ, ഡയബറ്റീസ് മെലിറ്റസ്, വാസോപ്രസിൻ, ഡയബറ്റിക് ഇൻസിപിഡസ്, അയഡിൻ, ഗോയിറ്റർ, സൊമാറ്റോട്രോഫിൻ, വാമനത്വം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം. ആൻസർ ആയിട്ട് വരുന്നത് ജലം. അടുത്ത ക്വസ്റ്റ്യൻ, 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? അത് 6 കിലോഗ്രാം മാസ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് എല്ലായിടത്തും 6 കിലോഗ്രാം തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കിലോവാട്ട് ഓവർ എർഗ്, ജൂൾ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻസർ ആയിട്ട് വരുന്നത് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് ആണ് ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയിൽ എന്നിവ.
താപനില സ്കെയിലുകൾ ഓർത്തിരിക്കുക. സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില് എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലിലും ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഫാരൻഹീറ്റ്, 0 കെൽവിൻ. ഇതാണ് ഏറ്റവും താഴ്ന്ന താപനിലയായിട്ട് ഈ 3 സ്കെയിലിലും ഉള്ളത്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അതായത് നമുക്കറിയാം ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 3 സ്കെയിലിലും എങ്ങനെയാണ് വരുന്നതെന്ന്. ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് അത് ഫാരൻഹീറ്റിൽ വരുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിനിൽ വരുമ്പോൾ 273.15 കെൽവിൻ വരും. ഇതാണ് നമ്മുടെ ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിലിൽ, ഫാരൻഹീറ്റിൽ വരുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിലിൽ വരുമ്പോൾ 273.15 കെൽവിൻ. ഇതായിരിക്കാം ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. അതാണ് ഞാൻ ഇത് നോട്ട് ചെയ്ത് തന്നത്. അതുപോലെ ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്, സെൽഷ്യസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അതുപോലെ നമ്മൾ ഫാരൻഹീറ്റിൽ അറിഞ്ഞിരിക്കണം 212 ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിനിൽ വരുമ്പോൾ 373.15 കെൽവിൻ. അപ്പോൾ ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കെൽവിനിൽ 373.15 കെൽവിൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ആൻസർ ആയിട്ട് വരുന്നത് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റയാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ആൻസർ ആയിട്ട് വരുന്നത് 270 മുതൽ 280 ദിവസം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്വസ്റ്റ്യൻ ഇതാണ്, തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടങ്ങളിൽ ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് മെലാട്ടോണിൻ. മെലാട്ടോണിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അനുയാത്ര. അപ്പോൾ ഓപ്ഷൻ എ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂമിക എന്നാണ് കിടക്കുന്നത്. എന്താണ് ഭൂമിക? ഭൂമിക എന്ന് പറയുന്നത് ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൗജന്യ വൈദ്യസഹായം, കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭൂമിക. ഓർത്തിരിക്കുക, ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൗജന്യ വൈദ്യസഹായം, കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭൂമിക. പിന്നെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് മഴവില്ല്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സാമൂഹികമായും സാമ്പത്തികമായും മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ
സാമൂഹികമായും സാമ്പത്തികമായും മുഖ്യധാരയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മഴവില്ല്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം ഭൂമിക, മഴവില്ല്, അനുയാത്ര ഇതൊക്കെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. പ്രസ്താവനകൾ ഇതാണ്: വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. രണ്ടാമത്തത്, കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. മൂന്നാമത്തത്, വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. അടുത്തത്, മനുഷ്യന്റെ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അത് ഓർത്തിരിക്കുക. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്താണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശം പോലെയുള്ള തരംഗങ്ങളുടെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം അവയുടെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ, വെള്ളത്തിൽ മുക്കിവച്ച പെൻസില് അത് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, ഇതെല്ലാം അതിന് ഉദാഹരണങ്ങളായിട്ട് വരാം. അടുത്തത് വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, വാതക തന്മാത്രകൾ തുടങ്ങി ചെറിയ കണങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ വിവിധ ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്ന പ്രതിഭാസം. എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, വാതക തന്മാത്രകൾ തുടങ്ങിയവ ചെറിയ കണികകളിൽ തട്ടി പ്രകാശരശ്മികൾ വിവിധ ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്ന പ്രതിഭാസമാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഒന്നും കൂടി ഓർത്തിരിക്കുക. അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, വാതക തന്മാത്രകൾ എന്നിവ തുടങ്ങിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശരശ്മികൾ വിവിധ ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്ന പ്രതിഭാസമാണ് വിസരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വിസരണം സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിനാണ് ആകാശം നീലനിറമായിട്ട് കാണപ്പെടുന്നതിന് കാരണം വിസരണമാണ്. സൂര്യാസ്തമയ സമയത്ത് ആകാശം ചുവന്ന് കാണപ്പെടുന്നത് വിസരണം മൂലമാണ്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ആണ് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ. പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം പോലെയുള്ള ഒരു സമന്വിത പ്രകാശം പ്രിസം, ജലകണങ്ങൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട്, ഘടകവർണ്ണങ്ങൾ മീൻസ് 7 വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം, അതാണ് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ. അപ്പോൾ സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം അത് എന്തിലൂടെ കടന്നു പോകുമ്പോൾ? പ്രിസം, ജലകണങ്ങൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രകീർണനം കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൻ ആണ്. ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ പ്രകീർണനം എന്ന പ്രതിഭാസം മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. നമുക്കറിയാം മഴവില്ല് 7 ഘടകവർണ്ണങ്ങളായിട്ട് കാണപ്പെടുന്നു. വിബ്ജിയോർ. അടുത്തത് പ്രതിപതനം അഥവാ പ്രതിഫലനം. പ്രതിഫലനം, റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രകാശമോ ശബ്ദമോ പോലുള്ള തരംഗങ്ങൾ ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു മാധ്യമത്തിന്റെ ഉപരിതലത്തിൽ തട്ടി തിരികെ പഴയ മാധ്യമത്തിലേക്ക് തന്നെ മടങ്ങുന്ന പ്രതിഭാസം. പ്രകാശമോ ശബ്ദമോ പോലുള്ള തരംഗങ്ങൾ ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു മാധ്യമത്തിന്റെ ഉപരിതലത്തിൽ തട്ടി തിരികെ പഴയ മാധ്യമത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അഥവാ പ്രതിപതനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിപതനം അഥവാ പ്രതിഫലനം നടക്കുമ്പോൾ പതനകോണും, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും, പ്രതിഫലന കോണും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നിയമമായിട്ട് വരുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അവിടെ സെയിം ആയിരിക്കും. അതാണ് പ്രതിപതനത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമം. ഉദാഹരണത്തിന് കണ്ണാടിയിലെ പ്രതിബിംബം, അതുപോലെ നിശ്ചലമായ വെള്ളത്തിലെ പ്രതിബിംബം, ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബം, നിശ്ചലമായ വെള്ളത്തിലെ പ്രതിബിംബം, ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? പ്രതിപതനം അഥവാ പ്രതിഫലനത്തിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം.
ഇനി അത് ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ്? ഈസി ആയിട്ട് നമ്മളിവിടെ പോയിന്റുകളിൽ പറഞ്ഞു വന്നതാണ് വിസരണം. അപ്പം ആൻസർ ഏതാണ്? വിസരണമാണ് ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. അതിന്റെ ഓപ്ഷൻസിൽ കൊടുത്തിരുന്നതാണ് അപവർത്തനവും പ്രകീർണനവും പ്രതിപതനവും. അത് മൂന്നെണ്ണം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? 0. ആൻസർ ഓപ്ഷൻ ഡി ആയ 0. 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുബ്സ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയ അനുരണനം ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുബാസ് എന്ന മർമ്മഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണമായ ശബ്ദത്തിന്റെ പ്രതിഭാസം ഏതാണ്? അനുരണനം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ സ്പൈഡൈസ് വെബ്. ഇത് PSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏതെന്നാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, കോപ്പർ സൾഫേറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് സോഡിയം കാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് സോഡിയം നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റ്, ബേരിയം നൈട്രേറ്റ്, അമോണിയം നൈട്രേറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് അമോണിയം നൈട്രേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തമാണ് അമോണിയം നൈട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് നൈട്രജൻ, ബിസ്മത്ത്, ആന്റിമണി, ആർസനിക്. ആൻസർ ആയിട്ട് വരുന്നത് ബിസ്മത്ത്. രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമാണ് ബിസ്മത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബാങ്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ആൻസർ ആയിട്ട് വരുന്നത് IUCN. IUCN ആണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഇത് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ C ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ C. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. സുനാമിയെ തടയുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. എന്നാൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനയായ മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. ഈ പ്രസ്താവന ശരിയല്ല. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, അതുപോലെ സുനാമിയെ തടയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? നമുക്കവിടെ 4 അസ്ഥിസന്ധികൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കാൽമുട്ടിൽ കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A വിജാഗരി സന്ധിയാണ്.
വിജാഗിരി സന്ധിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഒന്നാമത്തേത്, മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ. രണ്ടാമത്തേത്, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ. മൂന്നാമത്തേത്, രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ. ഇവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. 3 ശരിയാണ്, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ഗതികോർജം എന്ന് പറയുന്നത് E/2 ആകെ ഊർജം എന്ന് പറയുന്നതും E/2 ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? അതവിടെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ആവർത്തന പട്ടികയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഇവിടെ ആൻസർ പറയാൻ പറ്റും. മെൻഡലീയഫ് ആണ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക രൂപീകരിച്ചത്. മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക നിർമ്മിച്ചു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അവിടെ കണ്ടതാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് സിന്നബാർ ആണ്. സിന്നബാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ലോഹങ്ങളും അയിരുകളും ആണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ലോഹങ്ങളും അയിരുകളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അലുമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ ഹേമറ്റൈറ്റ്, ചെമ്പിന്റെ മാലക്കൈറ്റ്, മെർക്കുറിയുടെ സിന്നബാർ. അപ്പോൾ ഇവിടെ നമ്മൾ സിന്നബാർ ഇവിടെ നമ്മൾ കണ്ടു. ഏതാണ് ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത്? സിന്നബാർ ആണെന്ന്. അത് ഏതിൻ്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ലെഡിന്റെ ഗലീന, മഗ്നീഷ്യം ഡോളമൈറ്റ്, തോറിയം മോണോസൈറ്റ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, ടൈറ്റാനിയം ഇൽമനൈറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.